Hey guys, welcome back to my channel. ഇന്നത്തെ വീഡിയോയിൽ ഞങ്ങൾ എല്ലാവരും ഉണ്ട്. ഞങ്ങൾ ഇപ്പോൾ ഉള്ളത് ആൻസിയുടെ കോളേജ് ഓഡിറ്റോറിയത്തിലാണ്. അത് ഇന്ന് അവളുടെ ഗ്രാജുവേഷൻ ആണ്. അപ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും വളരെ സന്തോഷവും അഭിമാനമൊക്കെ ഉള്ള ഒരു ദിവസമാണ്. അവളുടെ 4 വർഷത്തെ കഷ്ടപ്പാടിന് ശേഷം അവൾ ഗ്രാജുവേറ്റ് ആവുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ എല്ലാവരും എന്താ പറയുക രാവിലെ തന്നെ വന്ന്, പക്ഷേ എന്നാലും ഞങ്ങൾ കുറച്ച് ലേറ്റ് ആയിപ്പോയി. 11 o'clock ആണ് ആക്ച്വലി സെറമണിയുടെ ടൈം പറഞ്ഞിരുന്നത്. ദൂരത്തു നിന്നൊക്കെ തന്നെ വരുന്നത് കൊണ്ട് എല്ലാവരും തന്നെ ലേറ്റായിട്ടായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. നമ്മളെല്ലാവരും ഒരു 10:45 ആയപ്പോഴെത്തിയത്. ശരിക്കും അതൊരു 9:30 ഒക്കെ ആകുമ്പോഴത്തേക്കും എത്തേണ്ടതായിരുന്നു. അപ്പോൾ ഫംഗ്ഷൻ തുടങ്ങിയപ്പോഴത്തേക്കും കുറച്ച് ലേറ്റായി. ഒരു 11:20 ഒക്കെ ആയപ്പോഴാണ് ഫംഗ്ഷൻ സ്റ്റാർട്ട് ചെയ്തത്. അങ്ങനെ എന്താ പറയുക എല്ലാവരും മാർച്ച് ചെയ്ത് സ്റ്റേജിലേക്കും അല്ലാതെ സീറ്റിലേക്കൊക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നല്ല ഓർഗനൈസ്ഡ് ആയിട്ടുള്ളൊരു പ്രോഗ്രാം ആയിരുന്നു. ഞങ്ങളപ്പോൾ ആൻസി ഞങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവളാണ് ഫസ്റ്റ് സർട്ടിഫിക്കറ്റ് വാങ്ങുന്നതെന്ന്. അത് ഞങ്ങൾക്കറിയായിരുന്നു. പക്ഷേ സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ്സ് ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു. അപ്പോൾ ഞങ്ങൾ ആൻസിനെ സ്പോട്ട് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു, എവിടെ ആയിരിക്കും ആൻസി ഇരിക്കാൻ പോയിട്ടുണ്ടാവുക എന്നൊക്കെ. അങ്ങനെ ഞങ്ങൾ ലാസ്റ്റ് കണ്ടുപിടിച്ചു. ഫ്രണ്ടിൽ തന്നെ റൈറ്റ് സൈഡിൽ ഫസ്റ്റ് വണ്ണായിരുന്നു ആൻസി. ഞങ്ങളിടയ്ക്ക് ചെറുതായിട്ട് ആൻസി എന്നൊക്കെ വിളിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ അവൾ ഫ്രണ്ടിൽ തന്നെ ആയതുകൊണ്ട് കേട്ടെങ്കിലും തിരിഞ്ഞൊന്നും നോക്കിയില്ല. പിന്നെ ഞങ്ങളാണെങ്കിലും അവിടെ കുറേ ഒച്ചുണ്ടാക്കാനൊന്നും നിന്നില്ല. നല്ല രസമുള്ള പ്രോഗ്രാം ആയിരുന്നു. പിന്നെ ഇവർക്കാണെങ്കിൽ BSc നഴ്സിങ്ങും പിന്നെ പോസ്റ്റ് ബേസിക് നഴ്സിംഗ് അങ്ങനെ 2 കോഴ്സിൻ്റെ ഒരുമിച്ചായിരുന്നു ഗ്രാജുവേഷൻ ഉണ്ടായിരുന്നത്. അതിലൊരു കുട്ടിക്കാണെങ്കിൽ യൂണിവേഴ്സിറ്റി റാങ്കൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ കോളേജിനും വളരെ അഭിമാനമുള്ളൊരു ദിവസവും പിന്നെ ഇത്ര കുട്ടികൾ പാസ് ഔട്ട് ആവുന്നു. അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷമൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇവരുടെ ബാച്ചിനെ പറ്റിയാണെങ്കിലും വളരെ നല്ല അഭിപ്രായമായിരുന്നു പറഞ്ഞത്. വളരെ അറ്റൻറ്റീവ് ആയിട്ടുള്ള, വളരെ എന്താ പറയുക ഒത്തിരി കാര്യങ്ങളൊക്കെ ചെയ്യുന്ന നല്ലൊരു ആക്റ്റീവായിട്ടുള്ളൊരു ബാച്ചായിട്ടായിരുന്നു പറഞ്ഞിരുന്നത്. അപ്പോൾ അതൊക്കെ കേട്ടപ്പോൾ നമുക്കും വളരെയധികം സന്തോഷം തോന്നിയായിരുന്നു. പിന്നെ ആണെങ്കിൽ എന്താ പറയുക അടുത്തതായിട്ട് ഇനോഗ്രേഷൻ ആയിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ ഇനോഗ്രേഷൻ കഴിഞ്ഞ് ഒത്തിരി പേരുടെ സ്പീച്ചൊക്കെ ഉണ്ടായിരുന്നു. വളരെയധികം ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ളതും ഉണ്ടായിരുന്നു, അല്ലാതെ കുറച്ച് ബോറടിപ്പിക്കുന്നതായിട്ടുള്ളതും ഉണ്ടായിരുന്നു. അങ്ങനെ സ്പീച്ചൊക്കെ കേട്ട് ഞങ്ങളങ്ങനെ ഇരിക്കുമായിരുന്നു. അപ്പോഴാണ് ആൻസിയുടെ പേര് വിളിച്ച് ആൻസി സർട്ടിഫിക്കറ്റ് കളക്ട് ചെയ്യാൻ വേണ്ടി സ്റ്റേജിലേക്ക് പോയത്. ഈ സമയത്ത് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കും ഡാഡിക്കും മമ്മിക്കും ഞങ്ങൾക്ക് എല്ലാവർക്കും തന്നെ വളരെ സന്തോഷവും വളരെ സങ്കടമൊക്കെ തോന്നിയിരുന്നു. കാരണം അവളുടെ അത്രയും കഷ്ടപ്പാടിൻ്റെ ഒരു ഇതായിട്ടാണ് അവൾ ഗ്രാജുവേറ്റ് ആയത്. ഞങ്ങൾക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് അവൾ വെളുപ്പിന് എഴുന്നേറ്റ് 3 മണിക്കൊക്കെ എഴുന്നേറ്റ് തൃശ്ശൂരേക്ക് പോകുന്നതൊക്കെ. അപ്പോൾ അതൊക്കെ ഞങ്ങൾക്ക് എന്താ പറയുക ആ സമയത്ത് ശരിക്കും അതൊക്കെ ഓർമ്മ വന്ന് ആ കൊച്ചെന്തോരം കഷ്ടപ്പെട്ടാണ് പഠിച്ചതെന്നൊക്കെ. പിന്നെ എക്സാമിൻ്റെ ടൈമിലൊക്കെ അവൾ ഒരുപാട് കഷ്ടപ്പെട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ നല്ല മാർക്കോട് കൂടി തന്നെയാണ് കേട്ടോ അവൾ പാസ്സായത്. മാത്രമല്ല ഞങ്ങൾക്കാണെങ്കിൽ വീഡിയോ കുറച്ചും കൂടി നന്നായിട്ട് എടുക്കണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു, ഗെറ്റ് റെഡി വിത്ത് മീ ഒക്കെ പോലെ. പക്ഷെ ഞങ്ങൾക്ക് സമയം ഉണ്ടായിരുന്നില്ല. അങ്ങനെ സെറമോണിയൊക്കെ കഴിഞ്ഞ് എല്ലാവരും ഒരുമിച്ച് പുറത്തേക്ക് പോവുകയാണ്. ഇപ്പോൾ ആൻസിയുടെ ഒരു ക്ലോസപ്പ് ഷോട്ടാണ്. അത്ര ക്ലാരിറ്റി ഒന്നുമില്ല. ഞങ്ങൾക്ക് സീറ്റ് ബാൽക്കണിയിലായിരുന്നു കിട്ടിയിരുന്നത്. അപ്പോൾ അതുകൊണ്ട് ഒത്തിരി സൂം ചെയ്താണ് എടുത്തത്. അതുകൊണ്ട് അത്ര ലെങ്ത് ഒന്നും ഇല്ല ഈ വീഡിയോയ്ക്ക്. പിന്നെ കുറച്ച് ഫോട്ടോസും കൂടെ ഇതിൻ്റെ ഒപ്പം ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ അത്രയേ ഉള്ളൂ ഗായ്സ്. ബൈ, സീ യു ഇൻ നെക്സ്റ്റ് വീഡിയോ.